ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നമ്മൾ ഷുഡ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഷുഡ് ബി ഒന്ന് നോക്കാം. ഷുഡിൻ്റെ കൂടെ ബി ചേരുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഷുഡ് ബി എന്ന് വെച്ചാൽ മീനിങ് ആയിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ചെയ്യുന്നത്. ഷുഡ് ബി ഇത് നമുക്കൊരു ഉപദേശം കൊടുക്കുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഊഹിച്ച് പറയുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം കൊടുക്കുന്ന രൂപത്തിൽ, ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഷുഡ് ബി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഷുഡ് ബി പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്, അതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. നമുക്കിതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. അവനിപ്പോൾ വീട്ടിലായിരിക്കണം. ഹീ ഷുഡ് ബി അറ്റ് ഹോം റൈറ്റ് നൗ. ഹീ ഷുഡ് ബി അറ്റ് ഹോം റൈറ്റ് നൗ. ഇപ്പോൾ, റൈറ്റ് നൗ, ഇപ്പോൾ. Then another, he should be in playground. അവൻ കളിസ്ഥലത്തായിരിക്കണം. അവൻ കളിസ്ഥലത്തായിരിക്കണം. നീ ഇപ്പോൾ നിൻ്റെ കുടുംബത്തോടൊപ്പമായിരിക്കണം. യു ഷുഡ് ബി വിത്ത് യുവർ ഫാമിലി. യു ഷുഡ് ബി വിത്ത് യുവർ ഫാമിലി റൈറ്റ് നൗ. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഇവിടെയൊക്കെ നമുക്ക് വെർബ് വേണമെന്ന് പറഞ്ഞു അല്ലേ? എന്നാൽ ഇവിടെ വെർബ് കാണാനാവുന്നുണ്ടോ? ഇല്ല. പ്രത്യക്ഷത്തിൽ വെർബ് കാണാനാവുന്നില്ല. എന്നാൽ ബി, ഷുഡിൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്ന ബി തന്നെയാണ് ഇവിടെ മെയിൻ വെർബായി വർക്ക് ചെയ്യുന്നത്. കാരണം ബി എന്നത് എന്താണ്? ബി എന്നത് ഒരു കൂട്ടം വെർബുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നാണ്. ബി വെർബുകൾ എന്ന് പറയുന്ന ഈസ്, ആർ, ആം, വാസ്, വേർ ഇവയൊക്കെ സഹായക്രിയകളായി ടെൻസ് ഫോമുകളിൽ ഉപയോഗിക്കുന്ന ഇവയൊക്കെ തന്നെ ബി വെർബിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. സോ ബി തന്നെയാണ് ഇവിടുത്തെ മെയിൻ വെർബ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനോട് നോട്ട് ചേർത്ത് നെഗറ്റീവായിട്ട് പറയുമ്പോൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. നീ അത്രയ്ക്ക് സ്വാർത്ഥനായിരിക്കരുത്. യു ഷുഡിൻ ബി സോ സെൽഫിഷ്. യു ഷുഡിൻ ബി സോ സെൽഫിഷ്. ഒന്നുമില്ല, ഷുഡിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്താൽ മതിയാവും. യു ഷുഡിൻ ബി സോ സെൽഫിഷ്. നീ ഇങ്ങനെ ദുഃഖിതനായിരിക്കരുത്. യു ഷുഡിൻ ബി സാഡ്. യു ഷുഡിൻ ബി സാഡ്. ദെൻ നീ ഈ മുറി വൃത്തിയാക്കിയിരിക്കണം. നീ മുറി വൃത്തിയാക്കിയിരിക്കണം. യു ഷുഡ് ബി ക്ലീൻ ദ ഡ്രസ്. ഇവിടെ ക്ലീൻ എന്ന ഒരു വെർബുണ്ട്. യു ഷുഡ് ബി ക്ലീൻ ദ ഡ്രസ്. ഇനി നമുക്കിത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആക്കി എങ്ങനെ പറയാം? ഇതേ സെൻറ്റൻസ് തന്നെ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്. അതായത് ദി ഡ്രസ് ഷുഡ് ബി ക്ലീൻഡ് ബൈ യു. ദി ഡ്രസ് ഷുഡ് ബി ക്ലീൻഡ് ബൈ യു. ഇവിടെ ക്ലീൻഡ് എന്നാണ് പറയുന്നത്. അതായത് വെർബിൻ്റെ തേർഡ് ഫോം ക്ലീൻ, വൃത്തിയാക്കുക എന്നതിൻ്റെ തേർഡ് ഫോം എന്താണ്? ക്ലീൻഡ്, 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 വൃത്തിയാക്കി എന്നാണ്. അതായത് പാസീവ് വോയിസിൽ വരുമ്പോൾ വെർബിൻ്റെ തേർഡ് ഫോമാണ് ഇതിനോട് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് എവിടെയായിരിക്കണം? ഫസ്റ്റിലായിരിക്കണം. ഒബ്ജക്റ്റ് പ്ലസ് ഷുഡ് ബി പ്ലസ് V3 ഫോം പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് അവസാനം സബ്ജക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനോട് ബൈ എന്ന ഒരു ഏജൻറ്റ് കൂട്ടി വേണം പറയാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഒബ്ജക്റ്റ് എന്താണെന്ന് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ്, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആ വ്യക്തി എന്താണോ ഏതാണോ ആ പ്രവൃത്തിയുടെ ഫലം, റിസൾട്ട് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ആ റിസൾട്ട് അനുഭവിക്കുന്നത്, എന്താണോ അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ കൂടി നോക്കാം. ഈ സന്ദേശം എല്ലാവർക്കും പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. This message should be conveyed to all. The message should be conveyed to all. കൺവേ ചെയ്യുന്ന എന്താണ്? നമ്മുടെ തന്നെ ഒരു ആശയമാവട്ടെ അല്ലെങ്കിൽ സന്ദേശമാവട്ടെ അത് മറ്റൊരാളിലേക്ക് എത്തിക്കുക, കൈമാറുക, അതാണ് കൺവേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ മുറിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ടായിരിക്കണം. All things should be transferred from this room. All things should be transferred. Transferred എന്നാണ് V3 ഫോം. From this room. ഈ വസ്ത്രങ്ങൾ കഴുകിയിട്ടുണ്ടായിരിക്കണം. These clothes should be washed. These clothes should be washed. വസ്ത്രങ്ങൾ കഴുകിയിട്ടുണ്ടായിരിക്കണം. ആര് കഴുകിയാലും നോ പ്രോബ്ലം. വസ്ത്രങ്ങൾ കഴുകിയിട്ടുണ്ടായിരിക്കണം. കഴുകുന്നയാൾക്ക്, പ്രവൃത്തി ചെയ്യുന്നയാൾക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇതൊക്കെ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസുകളാണ്. നീ ഇവിടെ 10 മിനിറ്റിനുള്ളിൽ എത്തിയിട്ടുണ്ടായിരിക്കണം. യു ഷുഡ് ബി ഹിയർ ഇൻ 10 minutes. You should be here in 10 minutes. ഈ വര നേരെയായിരിക്കണം. The line should be straight.
ദി ലൈൻ ഷുഡ് ബി സ്ട്രെയിറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷുഡ് ബിയുടെ യൂസ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.